നിങ്ങളൊരു പ്രണയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അതുമല്ലെങ്കിൽ വൈകാരികമായി ഒരുപാട് ഇഴയെടുപ്പമുള്ള ഒരു സൗഹൃദ ബന്ധത്തിലൊക്കെ ഈയിടെയായി ചെന്നുപെട്ടിട്ടുള്ള ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള അടുപ്പം, ബന്ധങ്ങളിലെ ഊഷ്മളത ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏതു വലിയ തിരക്കിനിടയിലും നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ പങ്കാളിക്ക് ആവശ്യമായ സമയം നൽകാൻ സാധിക്കാത്ത ഒരു ദിവസം നിങ്ങൾ സംബന്ധിച്ച് മൂല്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കുകയും അതവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യണം. വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ്, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരിടത്ത് ഒരുമിച്ചിരുന്നൊരു ചായ, ഈ കാര്യങ്ങളൊക്കെ അവരിൽ വലിയ സന്തോഷം ഉളവാക്കും. വളരെ ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവരെ സന്തോഷിപ്പിക്കുന്നത്. പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതിന് വലിയ വലിയ സമ്മാനങ്ങളുടെ ആവശ്യമില്ല എന്ന് നിങ്ങളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. പങ്കാളിയുടെ ഇഷ്ടങ്ങളെ പോലെ തന്നെ ഇഷ്ടക്കേടുകളെയും ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കണം. ഒരു വഴക്കുണ്ടായാൽ നിങ്ങൾ അവരോട് പാനിക്കാവുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ല വേണ്ടത്. നിങ്ങൾ അവരെ ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരെ കേൾക്കാൻ നിങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമെന്ന് തിരിച്ചറിയണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവർ ചെയ്യുന്ന ഏത് ചെറിയ നല്ല കാര്യങ്ങളെയും നിങ്ങൾ പ്രശംസിക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ വായിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ചെറിയ അഭിനന്ദനങ്ങൾ അവരിൽ വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഇത് നിങ്ങളോട് അവർക്കുള്ള വൈകാരികമായുള്ള അടുപ്പത്തെ ഒരുപാട് സുദൃഢമാക്കും. പുതുപ്രണയമേ കാതോർക്കൂ, വാക്കുകൾക്കപ്പുറമുള്ള നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കുവാൻ. ഏവർക്കും പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും നല്ല നാളുകൾ ആശംസിക്കുന്നു.